കേരള പി.എസ്.സി ഉദ്യോഗാർത്ഥികൾക്കായി ഇന്നത്തെ പ്രധാന കറന്റ് അഫയേഴ്സ്. 2026 ജൂലൈ 4. പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഏറ്റവും പുതിയ വസ്തുതകളും ക്വിസ് ചോദ്യങ്ങളും. നമുക്ക് തുടങ്ങാം. 2 പതിറ്റാണ്ട് പഴക്കമുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് MGNREGA പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന പുതിയ നിയമം ജൂലൈ 1 മുതൽ രാജ്യമെമ്പാടും പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷത്തിൽ 125 ദിവസത്തെ തൊഴിലാണ് പുതിയ നിയമം ഉറപ്പുനൽകുന്നത്. ആവശ്യപ്പെട്ട് 15 ദിവസത്തിനകം തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ അലവൻസിന് അർഹതയുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും 60-40 അനുപാതത്തിലാണ് ചെലവ് വഹിക്കുക. 95,600 കോടിയിലധികം രൂപയാണ് ഇടക്കാല വിഹിതം. 16ാമത് ഇന്ത്യ-ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിയും തമ്മിലുള്ള ചർച്ചയിൽ ഇരുരാജ്യങ്ങളുടെയും ആദ്യ പ്രതിരോധ സഹവികസന പദ്ധതിക്ക് ഒപ്പുവച്ചു. യൂണികോൺ എന്ന നേവൽ റേഡിയോ ആന്റിനയാണ് ഈ പദ്ധതി. നിർമ്മിത ബുദ്ധി, സാമ്പത്തിക സുരക്ഷ എന്നീ മേഖലകളിലും കരാറുകളുണ്ടായി. നയതന്ത്രബന്ധത്തിന്റെ 75ാം വാർഷികം പ്രമാണിച്ച് 2027 ഇന്ത്യ-ജപ്പാൻ ഇയർ ഓഫ് ഷെയർഡ് ഹൊറൈസൺസ് ആയി ആചരിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ കന്നി വിക്ഷേപണത്തിന് സ്കൈറൂട്ട് എയ്റോസ്പേസ് സമയം പ്രഖ്യാപിച്ചു. മിഷൻ ആഗമൻ എന്ന് പേരിട്ട ദൗത്യം ജൂലൈ 12നും ഓഗസ്റ്റ് 4നും ഇടയിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നടക്കും. 350 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റാണ് വിക്രം 1. തിരുവനന്തപുരം ആസ്ഥാനമായ ഇന്ത്യൻ വ്യോമസേനയുടെ സതേൺ എയർ കമാൻഡിന്റെ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മൻ ചുമതലയേറ്റു. വിരമിച്ച എയർ മാർഷൽ മനീഷ് ഖന്നയുടെ പിൻഗാമിയായാണ് നിയമനം. 3000-ലധികം മണിക്കൂർ പറക്കൽ പരിചയമുള്ള അദ്ദേഹം അതിവിശിഷ്ട സേവാ മെഡലും വായുസേനാ മെഡലും നേടിയിട്ടുണ്ട്. ഈ വർഷത്തെ സുജനപാൽ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സുധാ മേനോൻ സമ്മാനിച്ചു. സുജനപാൽ അനുസ്മരണ ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പുരസ്കാരം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൗണ്ടിൽ ഈജിപ്ത് ഓസ്ട്രേലിയയെ പുറത്താക്കി. 1-1 സമനിലയ്ക്ക് ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4 റണ്ണിനായിരുന്നു ജയം. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ലോകകപ്പാണിത്. 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ടൂർണമെന്റ് എന്ന പ്രത്യേകതയുമുണ്ട്. ആദ്യ ചോദ്യം. MGNREGA പകരം വന്ന വി.ബി. ഗ്രാം നിയമപ്രകാരം ഒരു ഗ്രാമീണ കുടുംബത്തിന് വർഷത്തിൽ എത്ര ദിവസത്തെ തൊഴിലാണ് ഉറപ്പ്? ഒരു നിമിഷം ആലോചിക്കൂ. ശരിയുത്തരം 125 ദിവസം. പഴയ നിയമത്തിൽ ഇത് 100 ദിവസമായിരുന്നു എന്നതും ഓർത്തുവെക്കൂ. രണ്ടാമത്തെ ചോദ്യം. മിഷൻ ആഗമൻ എന്ന ദൗത്യത്തിലൂടെ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന വിക്രം 1 റോക്കറ്റ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ചിന്തിക്കൂ. ശരിയുത്തരം സ്കൈറൂട്ട് എയ്റോസ്പേസ്. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റാണ് വിക്രം 1. മൂന്നാമത്തെ ചോദ്യം. തിരുവനന്തപുരം ആസ്ഥാനമായ സതേൺ എയർ കമാൻഡിന്റെ പുതിയ മേധാവി ആരാണ്? ഓർത്തുനോക്കൂ. ശരിയുത്തരം എയർ മാർഷൽ ജസ്വീർ സിംഗ് മൻ. ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന കാര്യം പി.എസ്.സി പരീക്ഷയ്ക്ക് പ്രധാനമാണ്. ഇന്നത്തെ ക്വിസിന്റെ ഉത്തരങ്ങൾ ഒറ്റനോട്ടത്തിൽ. 1. 125 ദിവസം. 2. സ്കൈറൂട്ട് എയ്റോസ്പേസ്. 3. എയർ മാർഷൽ ജസ്വീർ സിംഗ് മൻ. ഈ വസ്തുതകൾ ഒന്നുകൂടി ഓർത്തുവെക്കൂ. ഇന്നത്തെ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. ജൂലൈ 18ലെ പൊതുപ്രാഥമിക പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഇന്നു മുതൽ തുളസി പ്രൊഫൈലിൽ ലഭ്യമാണ്. വിശദാംശങ്ങൾ ഇന്നത്തെ പ്രത്യേക വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഇതേ സമയം വീണ്ടും കാണാം.